നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് പച്ചപ്പിൽ പൊതിഞ്ഞ നെൽപ്പാടത്ത് കൊയ്ത്തിനിറങ്ങിയ ഗ്രാമീണ സുന്ദരിയെപ്പോലെയാണ് ഈ കൊല്ലങ്കോട്. ഇന്നത്തെ നമ്മുടെ യാത്ര പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ് കേട്ടോ. അത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗോവിന്ദാപുരം വഴി ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ യാത്ര, 65 രൂപ ടിക്കറ്റ് ഫെയർ. നമുക്ക് കൊല്ലങ്കോട് പോയി ഇറങ്ങാം. ഇനി പാലക്കാട് ടൗൺ വഴി വരുന്ന ആൾക്കാരാണെങ്കിൽ പുതുനഗരം വഴി നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഹായ്, വെൽക്കം ബാക്ക്. ഞാനിന്നുള്ളത് നിങ്ങൾക്ക് കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാനുള്ള ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള നമ്മുടെ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ 10 സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കൊല്ലങ്കോട് കേട്ടോ. അതിൽ നമുക്ക് ഇതിവിടെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷ്കളങ്കരായ കുറേ മനുഷ്യരും പിന്നെ ഇവിടെ അധികം വികസനം ഒന്നും കിട്ടാത്ത ഒരു ഗ്രാമപ്രദേശം. അതാണ് നമുക്ക് ഇവിടെ കാണാനുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഗ്രാമഭംഗിയിലേക്ക് പോകാം. ഓക്കെ. ആദ്യത്തെ വ്യൂ ആയ ഈ കുടിലിടം ഒരു പാടശേഖരമാണ് കേട്ടോ. ഒരാൾക്ക് 20 രൂപയുടെ പ്രവേശന ഫീസ് എടുത്താൽ കാഴ്ചകളോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായി നെൽപ്പാടങ്ങളുടെ തനത് കാഴ്ചകളിലേക്കുള്ള ഒരു കവാടമാണ് നമുക്ക് ഇവിടെ തുറന്നു തരുന്നത്. കുടിലിടം എന്ന വിളിപ്പേരിൽ ഇവിടെ പാടത്ത് കൃഷിക്കാർ വിശ്രമിക്കുന്ന ഓലമേഞ്ഞ കുടിലുകൾ നമ്മുടെ പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. നിഷ്കളങ്കമായ നാട്ടിൻപുറങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ കൊല്ലങ്കോട് നമ്മളെ എല്ലാവരെയും പിൽക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ളതാണ്. നെൽവയലുകളുടെ ഈ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ ആവോളം ആസ്വദിച്ച് മനസ്സ് നിറയ്ക്കാം നമുക്ക്. എത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചയും തിരിച്ചു പോരാൻ മടി തോന്നുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെയുള്ളത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വഞ്ചി പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ റാന്തൽ, പഴയ കാലത്തെ റാന്തൽ വിളക്കുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുടിലിടം എന്ന് വിശേഷിപ്പിക്കുന്ന ഓലമേഞ്ഞ വിശ്രമ കേന്ദ്രം. ഈ കുടിലിടത്തിൻ്റെ പണിയൊക്കെ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പേരൊക്കെ ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലത്തെ നേരത്തും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലുമാണ് ഇവിടെ ഏറ്റവും നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക.
ഈ റാന്തലൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ ഒരു ജീവിത രീതിയുടെ ഒരു ഓർമ്മയൊക്കെ നമുക്ക് വരും. കറണ്ടും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റാന്തൽ, അതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് പണ്ട് കാലത്ത് ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം അത് കാണാം കേട്ടോ. ഇതിന് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ജലചക്രം എന്നാണ് കേട്ടോ. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ കയറി ഇരുന്ന് എങ്ങനെയാണ് നമുക്ക് വെള്ളം കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് പാടത്തേക്ക് എത്തിക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അധ്വാനിക്കാനുള്ള മനസ്സും കൃഷിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത്. അവരുടെ വിലമതിക്കാനാവാത്ത പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. പാടവരമ്പത്തൊക്കെ അതിമനോഹരമായ ചെടികൾ, നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. എന്തു ഭംഗിയാലേ പൂവ്. നമ്മുടെ കുടിലിടത്തിൻ്റെ ഭംഗി കണ്ടല്ലോ അല്ലേ. ഓരോ കാര്യങ്ങളും ഇവിടെ എത്ര ഭംഗിയായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാറ് നട്ട് അധികമായിട്ടില്ല, അധികം വളർച്ച ആയിട്ടില്ല. നെൽക്കതിരൊക്കെ ആയി നിൽക്കണ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് കേട്ടോ. പണ്ട് കാലത്ത് ഈ കൃഷിസ്ഥലമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഏറുമാടത്തിൽ കയറിയിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും വന്യജീവികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് കാവൽക്കാരായിട്ടിരിക്കുന്ന ഒരു ഏറുമാടം, അതാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട്. പിന്നെ ഒരു കിളിക്കൂട്, പഴയ കാലത്തൊരു സൈക്കിള്, പിന്നെ കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ഇതാ ഈ കിടക്കുന്നതാണ് കാളവണ്ടി കേട്ടോ. പിന്നെ ഇങ്ങനെ കവറിങ്ങൊക്കെ ആയിട്ടുള്ള കാളവണ്ടി വേറൊരു മോഡൽ ഇവിടെ കിടക്കുന്നുണ്ട്. കൃഷി ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ സദാസമയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് എന്തോ വലയിട്ടിട്ടുള്ളൊരു സംഭവമൊക്കെ കാണുന്നുണ്ട്. എന്താ നോക്കാം. മീൻ വളർത്തുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ നെറ്റൊക്കെ ഇട്ടിട്ട് അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ഗംഭീര കുളം പോലെ കാണുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ അതിൻ്റെ അടുത്തേക്ക് അധികം പ്രവേശിക്കാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ അത് വേലി പോലെ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ഈ കിണർ പോലെയുള്ള വലിയൊരു കുളം, അതിൻ്റെ പേര് തവളക്കിണർ കേട്ടോ. അതിൻ്റെ ആഴം ഏകദേശം 40 അടിയോളം ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ആഴമുള്ള ഒരു കിണറാണിത്. തവളക്കിണർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൽ നിന്നായിരിക്കും നമ്മുടെ ഈ പാടത്തേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം മുഴുവൻ പമ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ കുടിലിടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ, മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത വിധമുള്ള കാഴ്ചകൾ കണ്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കൊല്ലങ്കോടിൻ്റെ ഓരോ സ്പോട്ടിൻ്റെയും കാഴ്ചകൾ കാണാം. ഇവിടെ കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ആ മൂലയ്ക്ക് ഒരു ഓലക്കൊടയൊക്കെ ഇരിക്കുന്നുണ്ട്. തൊപ്പി, വെയിലുള്ള സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് പോവാം.
ഇവിടെ ഉണ്ടാവുന്ന നെല്ല് മുഴുവൻ ശേഖരിക്കുന്ന നെല്ലറയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ നെല്ലിൽ നിന്ന് ഉണ്ടാക്കുന്ന അവില്, അരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഈ അറയ്ക്കുള്ളിൽ ഉള്ളത്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി നല്ലൊരു ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ കൊല്ലങ്കോടിൻ്റെ ഈ ഗ്രാമഭംഗിയും കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അത് കാരണം ഞാൻ അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോയും കൂടി കയറി കാണണം. എല്ലാവരും എന്നിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.